ആകാശം നിരീക്ഷിക്കുന്ന സമയത്ത് ആകാശത്തെ നക്ഷത്രങ്ങളെ ഗ്രഹങ്ങളെയൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ല മാർഗം അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോക്കാം നമുക്ക്. ആകാശത്തെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് സാധിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു ആപ്ലിക്കേഷനാണ് സ്റ്റെല്ലേറിയം. അപ്പോൾ സ്റ്റെല്ലേറിയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആകാശത്തെ നക്ഷത്രക്കൂട്ടങ്ങളെ കൃത്യമായി അവയുടെ ദിശയടക്കം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. ആൻഡ്രോയിഡ് ഫോണിനകത്ത് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെല്ലേറിയം എന്ന ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ എന്ന് കാണാൻ കഴിയും. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർഫേസ് ലഭ്യമാകും. നമുക്ക് നമ്മുടെ കൃത്യസമയം ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് രാവിലെ 6:49 6:49 കിഴക്ക് ഭാഗത്ത് സൂര്യൻ ഇങ്ങനെ ഉദിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നത് കാണാം. ഈ ഒരു ഐക്കൺ തൊട്ട് കഴിഞ്ഞാൽ 6 മെനു നമുക്ക് കാണാൻ കഴിയും. ഈ മെനു അതിൻ്റെ അക്ഷാംശവും രേഖാംശവും നമുക്ക് മനസ്സിലാക്കി തരുന്നതിനാണ്. അതുപോലെ തന്നെ ഈ ഒരു മെനു നക്ഷത്രക്കൂട്ടങ്ങളെ അടയാളപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട ചിത്രത്തെ കാട്ടിത്തരുന്നതിനാണ്. അതുപോലെ ഈ മെനു ഭൂമിയെ നമുക്ക് മാറ്റി ഭൂമിക്കപ്പുറത്തുള്ള ആകാശത്തെ കാട്ടിത്തരുന്നതിന്, അതായത് ഭൂമിയുടെ ലാൻഡ്സ്കേപ്പ് എവിടെയാണുള്ളത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെനു. ആകാശ ദൃശ്യങ്ങളെ കൃത്യമായ അറ്റ്മോസ്ഫിയർ മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഐക്കണാണിത്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഗ്രഹത്തെ അതിൻ്റെ ലേബൽ പേരുകൾ കൃത്യമായി നിർദ്ദേശിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഐക്കൺ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നൈറ്റ് മോഡ്, രാത്രി ദൃശ്യം എന്ന രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഐക്കൺ ഉപയോഗിക്കാം. കൂടാതെ ഇവിടെ ഒരു ഐക്കൺ കൂടിയുണ്ട്. നമ്മൾ കൃത്യസമയം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഐക്കണാണിത്. ഒന്ന് ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് വലിച്ചാൽ ഇവിടെ ഡേറ്റ് ടൈം ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ആ ദിവസത്തെ ആകാശ ദൃശ്യത്തെ കാണുന്നതിന് സാധിക്കും. ഇപ്പോൾ നാം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമുക്ക് പത്രങ്ങളിൽ കാണാൻ കഴിയും 2024 ഡിസംബർ 7 വ്യാഴത്തെ ഏറ്റവും അടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് 13 മാസത്തിലൊരിക്കൽ നടക്കുന്ന വ്യാഴത്തിൻ്റെ ഓപ്പോസിഷൻ പ്രതിഭാസം. അപ്പോൾ വ്യാഴം ഭൂമിക്കരികിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് കാണാൻ കഴിയും. ഇതിലേതാണ് വ്യാഴം, ഏതാണ് നക്ഷത്രം, ഏതാണ് മറ്റ് ഗ്രഹങ്ങൾ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അല്പം പ്രയാസമുള്ളവരുണ്ടാകാം. ഈ ഒരു ആപ്ലിക്കേഷനെ നമുക്ക് കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് വ്യാഴത്തിൻ്റെ സ്ഥാനം കണ്ടെത്തി അതിനെ നേരെ ആകാശം നിരീക്ഷിക്കുന്നതിന് സഹായിക്കും. അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ തുറന്നതിന് ശേഷം നമുക്ക് വ്യാഴത്തെ ഒന്ന് സെർച്ച് ചെയ്തെടുക്കാൻ കഴിയും. ഇവിടെ സെർച്ച് ബട്ടണുണ്ട്. സെർച്ച് ബട്ടണിൻ്റെ അകത്ത് ജൂപ്പിറ്റർ എന്ന് ടൈപ്പ് ചെയ്താൽ വ്യാഴത്തിൻ്റെ ദിശ നമുക്ക് മനസ്സിലാക്കാം. പടിഞ്ഞാറൻ, ഇപ്പം രാവിലെ 6 മണി ആയതുകൊണ്ട് തന്നെ വടക്ക് പടിഞ്ഞാറൻ ചക്രവാളങ്ങളിലേക്കാണ് വ്യാഴത്തെ കാണാൻ കഴിയുക. അപ്പോൾ ഈ വ്യാഴം എവിടെയാണുള്ളത് എന്ന് നമുക്ക് ലൈവായി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ കയ്യിലുള്ള ഫോണൊന്ന് ഭൂമിക്ക് അഭിമുഖമായി കമിഴ്ത്തി പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈവ് ആയിട്ടുള്ള വ്യൂ നമുക്ക് കാട്ടിത്തരുന്നതിന് വേണ്ടിയിട്ട് ഈ ഫോണിൻ്റെ സെറ്റിങ്സ് ഓട്ടോമാറ്റിക്കലി മാറുന്നതായിരിക്കും. കണ്ടില്ലേ? ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഏത് ദിശയിലേക്കാണോ ഫോണിൻ്റെ ക്യാമറ പിടിച്ചത് ആ ക്യാമറയിലൂടെ കാണുന്ന അതേ രീതിയിൽ ആകാശ ദൃശ്യങ്ങൾ നമുക്ക് ദൃശ്യമാകും. അപ്പോൾ നമ്മളിങ്ങനെ തെക്ക് ഭാഗത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആകാശ ദൃശ്യങ്ങൾ ഇവിടെ കാണാൻ കഴിയും. നമ്മൾ പറഞ്ഞത് നേരത്തെ വടക്ക് കിഴക്കാണ്. ഇവിടെ നമ്മളിനി ജൂപ്പിറ്ററിനെ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ഡയറക്ഷൻ കാട്ടിത്തരും. അപ്പോൾ ജൂപ്പിറ്റർ എവിടെയുണ്ട്. ഈ മെനു തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഭൂമിയുടെ ലാൻഡ്സ്കേപ്പ് അങ്ങ് ഒഴിവാക്കാം. അപ്പോൾ ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആകാശത്തെ ജൂപ്പിറ്റർ വളരെ കൃത്യമായിട്ട് നമുക്ക് എവിടെയാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഭാഗത്ത് ആകാശത്ത് കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങളെയും ഗ്രഹങ്ങളെയും ഒക്കെ ഇടയിൽ വെച്ചുകൊണ്ട് ഏതാണ് ജൂപ്പിറ്റർ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഴിയും. കണ്ടില്ലേ? ഇതിങ്ങനെ സൂം ചെയ്തുകൊണ്ട് നമുക്ക് ആകാശ ദൃശ്യങ്ങളെ കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് വ്യാഴത്തിനടുത്തേക്ക് ഇങ്ങനെ
സൂം ചെയ്ത് കൊണ്ടുപോയി നമുക്ക് വ്യാഴത്തെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നതാണ്. കണ്ടില്ലേ, ഇത് ആപ്ലിക്കേഷൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ എന്താണ് ചെയ്യേണ്ടത്? ഫോണിനെ ഒന്ന് കൃത്യമായിട്ട് വ്യാഴത്തെ കാണുന്ന ദിശയിലേക്ക് ഫോൺ കൃത്യമായി പിടിക്കുക. അതിനുശേഷം ആ ഭാഗത്തേക്ക് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആകാശത്ത് ഈ പറയുന്ന ഗ്രഹങ്ങളെ കൃത്യമായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ വ്യാഴം ഇവിടെയാണുള്ളത്, അതിന് തൊട്ടടുത്തായിട്ട് വേട്ടക്കാരൻ ഒറിയോൺ നക്ഷത്രക്കൂട്ടത്തെ കാണാൻ കഴിയും. അതിൽ തിരുവാതിര നക്ഷത്രത്തെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആകാശത്ത് എവിടെയാണ് നാം ഉദ്ദേശിക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളോ ഗ്രഹങ്ങളോ ഉള്ളത് എന്ന് നമുക്ക് കൃത്യമായി നിരീക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. സ്റ്റെല്ലേറിയം എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഈ ഒരു പ്രവർത്തനം നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഏത് സമയത്തും ഏത് നക്ഷത്രക്കൂട്ടത്തെയും നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സഹായിക്കും.